ഞാൻ ഒരു വാർത്ത കണ്ടിട്ട് ചിരിച്ച് 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 ചത്തുപോയി. കാരണം ആ, മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കേരളത്തിലെ ഒരു സമുന്നതനായ രാഷ്ട്രീയ നേതാവും അദ്ദേഹം ഒരു മതപുരോഹിതനും കൂടിയാണ്. ഒരു സ്വാമി ഇങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ സമുന്നതനായ, അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ട് ഒരു ഹിന്ദു ലീഗ് എന്ന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ഓരോ പാർട്ടി പരിപാടിക്കും പൂജയും പരിപാടികളൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ആളുകൾ, മുസ്ലിങ്ങൾ ആ പാർട്ടിയെ എങ്ങനെ കാണും അതേപോലെ തന്നെ ആയിരിക്കും ആ മുസ്ലിം ലീഗിനെ കാണുന്നത്. കാരണം അവരൊരു യോഗങ്ങളിലും അൽ ഫാത്തിഹ എന്നൊക്കെ പറഞ്ഞിട്ട് ഫാത്തിഹ, പിന്നെ ദുആ, പലരും വിചാരിക്കും ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയാണോ, അല്ലെങ്കിൽ എന്താണ് താലിബാന്റെ വല്ല മതചടങ്ങാണോ എന്നൊക്കെ വിചാരിച്ച് ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആലോചിക്കണേ, ദൈവമുണ്ടെങ്കിൽ ദൈവത്തിനെ ഇവർ കളിയാക്കല്ലേ ചെയ്യുന്നത് ശരിക്കും. ദൈവം ചോദിക്കില്ല അവരോട്, എനിക്ക് എന്ത് എന്താണ് വിലയാണ് നൽകുന്നതെന്ന് ദൈവം ചോദിക്കില്ലേ? ദൈവം എല്ലാം അറിയുന്നവനാണ്. എന്നല്ലാഹ അലീമുൻ ബസീർ, അങ്ങനെ എന്തോ ഇല്ലേ? അപ്പൊ ദൈവമെല്ലാം കാണുന്നവനാണ്, ദൈവമെല്ലാം അറിയുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അപ്പൊ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന് അറിയില്ല നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് പിടിച്ചു കൊടുത്ത്? അപ്പൊ ദൈവത്തെ നിങ്ങൾ അപമാനിക്കില്ല ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ? ഈ അന്താരാഷ്ട്ര കാലാവസ്ഥ പ്രവചനം, മഴ പെയ്യാതിരിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ യുവാക്ക പരിപാടികൾ നടത്തുന്നത് ഒരു മോശം പ്രവണതയല്ലേ? അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ കിണറുകളൊക്കെ മൊത്തം ഫുള്ളാവുകയും അങ്ങനെയൊക്കെയുള്ള മഴ പെയ്യിക്കാൻ പറ്റൂ? ഇന്ന് ആരെയാണ് പറ്റിക്കുന്നത്? ആൾക്കാർക്കൊന്നും ബുദ്ധിയില്ലാന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ? ആൾക്കാരെ വെറും അങ്ങനെ ആക്കല്ലേ നിങ്ങൾ? എന്തൊക്കെ കോമഡികളാണ് കാണേണ്ടത്. പൊട്ടന്മാരൊക്കെ ജനങ്ങൾക്ക് തലച്ചോറിന് ഒരു വിലയും കൽപ്പിക്കാതിരിക്കും. ഈ ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ദൈവവിശ്വാസം കൂടുന്നുണ്ട്, പ്രത്യേകിച്ചിട്ടും ഈ മോചന ലിസ്റ്റ് വരുന്ന സമയത്തൊക്കെ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ട് വിശ്വാസികളോട് തന്നെ പറഞ്ഞിട്ട് ചിരിക്കും. അതായത് ഇപ്പൊ ദൈവമുണ്ടെങ്കിൽ ദൈവം താഴോട്ട് നോക്കുകയാണ്, ആരോ വിളിക്കുന്നുണ്ടല്ലോ ഒന്നും. ഇപ്പോൾ ദൈവം താഴോട്ട് നോക്കുന്നു. ആരാ വിളിക്കുന്നത്? കൊടും കുറ്റവാളി, കൊലപാതകങ്ങൾ നടത്തിയ ആള്, ദൈവമേ എന്നെ രക്ഷിക്കണേന്ന്. ഇപ്പൊ വീണ്ടും വിളിക്കുന്നു. ആരാണ്? മറ്റേ പെണ്ണ് കൂട്ടിക്കൊടുപ്പുകാരൻ, ബലാത്സംഗി, ഇവരൊക്കെയാണ് ദൈവത്തിനെ വിളിക്കുന്നത്. ദൈവം ഉണ്ടെങ്കിൽ ദൈവം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പണി നിർത്തി പോയിട്ടുണ്ടാവും. ഞാനവരുടെ തമാശക്ക് പറയും, ദൈവം ആ ഭാഗത്തുള്ള റേഞ്ച് ക്യാൻസൽ ചെയ്തിട്ടോ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ മലക്കുകളോട്, മാലാകമാരോട് ദൈവം പറയുന്നുണ്ടാവും. അമ്മാതിരി കോപ്പടികളാണ്. ദൈവത്തിന്റെ വിധിയാണെങ്കിൽ ആ വിധിക്കെതിരെ എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ ദൈവമെല്ലാം അറിയുന്നവനല്ലേ? ദൈവത്തിന്റെ വിധി ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? നമ്മൾ തന്നെ ഉണ്ടാക്കിയ വിധിയിൽ നമ്മൾ അപ്പീൽ പോകാറുണ്ട്. പക്ഷെ സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞാൽ റിവ്യൂ അതോട് കഴിഞ്ഞു, നമ്മൾ അത് അംഗീകരിക്കുന്നുണ്ടാതിരിക്കുക. പക്ഷെ ഇത് ദൈവമെല്ലാം അറിയുന്നവനാണ്, ത്രികാലജ്ഞാനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിന്റെ വിധി അതേപോലെ അനുസരിക്കല്ലേ വേണ്ടത്? അതിപ്പോ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? അപ്പൊ ദൈവത്തിനെ വെല്ലുവിളിക്കല്ലേ ചെയ്യുന്നത്? ദൈവത്തിനൊരു വില കൊടുക്കണ്ടേ? ദൈവം എല്ലാം കാണുന്നവനാണെന്ന് പറഞ്ഞപ്പോ കഷ്ടപ്പാടുകളൊക്കെ ദൈവം കാണുന്നില്ലേ? ഇങ്ങനെയൊക്കെയുള്ള കോമഡികൾ ഇനിയും നമുക്ക് കാണേണ്ടി വരും. പോട്ടന്മാർ, മാണ്ടന്മാരായ വിശ്വാസികൾ, ബുദ്ധിയില്ലാത്തവർ, ഇവർക്കൊക്കെ എപ്പോഴാണ് ബുദ്ധി വരുന്നത് അറിയില്ല.